ആത്മനിർഭർ ഭാരത് പ്രകാരം ഇന്ത്യയിൽ ഗുജറാത്തിലെ വഡോദരയിലെ നിർമ്മാണ കേന്ദ്രത്തിൽ എയർബസ് H-125 സിവിലിയൻ ഹെലികോപ്റ്ററുകൾ സംയുക്തമായി നിർമ്മിക്കാനുള്ള കരാറിൽ ഇന്ത്യയുടെ ടാറ്റ ഗ്രൂപ്പും ഫ്രാൻസിന്റെ എയർബസും ഒപ്പുവെച്ചിരിക്കുന്നു. എയർബസിന്റെ ഏറ്റവും മികച്ച ഹെലികോപ്റ്ററാണിത്. നിറയെ യാത്രക്കാരുമായി എവറസ്റ്റ് കൊടുമുടിയിൽ 29,029 അടി ഉയരത്തിൽ ഇറങ്ങിയ കഴിവ് തെളിയിച്ചതാണ് എയർബസ് H-125 സിവിലിയൻ ഹെലികോപ്റ്ററുകൾ. വൈവിധ്യത്തിനും പ്രകടനത്തിനും പേരുകേട്ടതാണ് ഫ്രാൻസ് ഹെലികോപ്റ്റർ എഞ്ചിനുകൾ ഘടിപ്പിച്ച H-125 എയർബസ്. ചൂടിലും തണുപ്പിലും പ്രതികൂല കാലാവസ്ഥയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇവയ്ക്ക് പർവ്വതനിരകളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ചെന്നിറങ്ങാനാകുമെന്നതാണ് സവിശേഷത. എയർ ആംബുലൻസ്, രക്ഷാദൌത്യങ്ങൾ, മിലിറ്ററി ഓപ്പറേഷനുകൾ, യാത്രാ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമാണ് എയർബസ് H-125. ടാറ്റ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ് എയർബസ് ഹെലികോപ്റ്ററുമായി സഹകരിച്ച് ഈ സൗകര്യം ഒരുക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. ഗുജറാത്തിൽ C-295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന്റെ നിർമ്മാണത്തിൽ ഇതിനകം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ടാറ്റയും എയർബസും തമ്മിലുള്ള നിലവിലുള്ള സഹകരണത്തെ അടിസ്ഥാനമാക്കിയാണ് H-125 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നത്. ഇന്ത്യയും ടാറ്റയും ഫ്രാൻസിന്റെ എയർബസും ചേർന്ന് H-125 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. തദ്ദേശീയമായി H-124 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നതിനായി ടാറ്റയും എയർബസും തമ്മിലുള്ള വ്യാവസായിക പങ്കാളിത്തം തികച്ചും നിർണായകമാണ്. ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഈ സംരംഭത്തിന്റെ പ്രഖ്യാപനം. മർക്കോണിന്റെ സംസ്ഥാന സന്ദർശന വേളയിൽ ഫ്രഞ്ച് എഞ്ചിൻ നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നതിനുൾപ്പെടെയുള്ള പ്രതിരോധ മേഖലയിലെ സാധ്യത കുറവുകളെ കുറിച്ചും ചർച്ച നടത്തിയിരുന്നു. മർക്കോണിന്റെ സംസ്ഥാന സന്ദർശന വേളയിൽ ഫ്രഞ്ച് എഞ്ചിൻ നിർമ്മാതാക്കളായ സഫ്രാൻ ഇന്ത്യ യുദ്ധവിമാന എഞ്ചിനുകളുടെ നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നതിനുൾപ്പെടെയുള്ള പ്രതിരോധ മേഖലയിലെ സാധ്യതകളെ കുറിച്ചും ചർച്ച നടന്നിരുന്നു. സഫ്രാന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഡിസൈൻ, വികസനം, സർട്ടിഫിക്കേഷൻ, ഉൽപാദനം എന്നിവ, സാങ്കേതിക വിദ്യയുടെ 100% കൈമാറ്റം എന്നിവയും ഉൾപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.